to Be Vibrant. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഓർഗനൈസിംഗ് വീഡിയോ ആയിട്ടാണ്. എന്റെ വീട്ടിലെ 10 വയസ്സിന് മുകളിലുള്ള കുട്ടിക്കും 10 വയസ്സിന് താഴെയുള്ള കുട്ടിക്കും അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് എങ്ങനെയാണ് ഞാൻ സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ചെയ്തത് പ്ലസ് പിൻ ബോർഡ് അല്ലെങ്കിൽ നോട്ടീസ് ബോർഡ് എങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ ബി വൈബ്രന്റ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിൻ ബോർഡ് ചെയ്തെടുക്കാൻ ആവശ്യമുള്ള മെറ്റീരിയൽ ഹാർഡ് കാർഡ്ബോർഡ് വേണം. പിന്നെ വേണ്ടത് കാട്ടൺ ബോർഡാണ്. നെക്സ്റ്റ് വെൽവെറ്റ് ഫാബ്രിക്, പിന്നെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്തെടുക്കുന്ന ഫ്രെയിം സ്റ്റിക്ക്. ഇതെല്ലാം സ്റ്റിക്ക് ചെയ്യാനുള്ള ഗ്ലൂവും കൂടിയാണ് പിൻ ബോർഡ് ചെയ്തെടുക്കാൻ വേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ്, കാർഡ്ബോർഡിലേക്ക് കാട്ടൺ സ്റ്റിക്ക് ചെയ്തെടുക്കണം. 2x4 ഫീറ്റ് ആണ് കാർഡ്ബോർഡ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ സെയിം മെഷർമെന്റിൽ വേണം കാട്ടൺ ഷീറ്റും കട്ട് ചെയ്തെടുക്കാനായിട്ട്. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ ബോർഡ് വെൽവെറ്റും കൊണ്ട് കവർ ചെയ്ത് എടുക്കണം. വെൽവെറ്റ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സൈഡ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് നല്ലതുപോലെ വലിച്ചു പിടിച്ചു വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് വെൽവെറ്റ് ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നത്. നേരത്തെ യൂസ് ചെയ്ത് ഗ്ലൂവും യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫ്രെയിം സ്റ്റിക്ക് ഫ്രെയിമിലേക്ക് സ്റ്റിക്ക് ചെയ്യലാണ്. സോ നമുക്ക് ഈ ഫ്രെയിം സ്റ്റിക്ക് ഒന്ന് അലൈൻ ചെയ്ത് നോക്കാം. പിൻ ബോർഡിൽ ഈ ഫ്രെയിം സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് ഓപ്ഷണൽ ആണ്. എനിക്ക് ഫ്രെയിംഡ് ആയിട്ടുള്ള പിൻ ബോർഡ് വേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രെയിം സ്റ്റിക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. വുഡ് ഫിൽ യൂസ് ചെയ്താണ് ഞാൻ ഫ്രെയിമിലേക്ക് സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഫ്രെയിം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. പെയിന്റിംഗ് കഴിഞ്ഞതോടുകൂടി പിൻ ബോർഡ് വാളിലേക്ക് ഹാങ് ചെയ്ത് ഞാൻ യൂസ് ചെയ്യാനും തുടങ്ങി. വളരെ കുറച്ച് മെറ്റീരിയലും കൊണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ പിൻ ബോർഡ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് കുട്ടികളെയും കൊണ്ട് അവർ ചെയ്ത ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇതുപോലെ പിൻ ചെയ്തെടുക്കാം. അപ്പൊ പിൻ ബോർഡ് എങ്ങനെയാ വീട്ടിൽ ചെയ്തെടുക്കുന്നത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് 10 years എബോവ് ഉള്ള കുട്ടികളുടെ സ്റ്റഡി ടേബിൾ ഞാൻ എങ്ങനെയാ ഓർഗനൈസ് ചെയ്തതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, ഓർഗനൈസിംഗിന് മുമ്പ് സ്റ്റഡി ടേബിളും അതിന് മുകളിലായിട്ടുള്ള ഫ്ലോട്ടിംഗ് ഷെൽഫും പൊടി തട്ടി ക്ലീൻ ആക്കി എടുക്കാം. ആദ്യം സ്റ്റഡി ടേബിളിന് മുകളിലുള്ള ഫ്ലോട്ടിംഗ് ഷെൽഫ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ് സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. ചെറിയ കാട്ടൺ ബോക്സിൽ പോപ്സിക്കൽ സ്റ്റിക്ക് ചെയ്ത് പെയിന്റ് ചെയ്തെടുത്ത ഒരു ഓർഗനൈസർ ആണ് ഇത്. എക്സ്ട്രാ സപ്ലൈസ് എല്ലാം ഇതുപോലെ ബാസ്ക്കറ്റിലാക്കി സോർട്ട് ചെയ്ത് വെക്കാം.
സ്റ്റഡി ടേബിളിൽ ഒരു വേസ്റ്റ് ബിൻ വെക്കാൻ മറക്കരുത്. കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ പെൻസിൽ ഷാർപ്പൻ ചെയ്ത വേസ്റ്റ് ആയാലും പേപ്പർ വേസ്റ്റ് ആയാലും ഡസ്റ്റ്ബിന്നിൽ തന്നെ ഇട്ട് പഠിക്കട്ടെ. അപ്പർ പാർട്ട് സ്റ്റേഷനറി സപ്ലൈസും കൊണ്ടാണ് ഓർഗനൈസ് ചെയ്തതെങ്കിൽ ലോവർ സെക്ഷൻ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്സ്, പെൻസിൽ പൗച്ചസ് ആൻഡ് അവരുടെ കുറച്ച് ബുക്ക് കളക്ഷൻസ് ഇതെല്ലാം വെച്ചിട്ടാണ് ലോവർ സെക്ഷൻ ഓർഗനൈസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിലെ 10 years എബോവ് ഉള്ള കുട്ടിയുടെ സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ചെയ്തത്. ഇനി നമ്മൾ ഈ കോൺഫ്ലെക്സ് ബോക്സും കൊണ്ട് ഒരു മാഗസിൻ ഹോൾഡർ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ മാർക്ക് ചെയ്യുന്നത് പോലെ താഴെ വശം എല്ലാം 3 inch മാർക്ക് ചെയ്തെടുക്കാം. മുകൾ വശം ഇതുപോലെ 2.5 inch മാർക്ക് ചെയ്തെടുക്കാം. ഈ 2.5 and 3 inch ജോയിൻ ചെയ്യാൻ ഇതുപോലെ സ്ലാൻഡിംഗ് ലൈൻ വരച്ചു കൊടുക്കാം. നേരത്തെ മാർക്ക് ചെയ്ത് 3 inch ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു. വീണ്ടും ഈ വശത്തും നേരത്തെ മാർക്ക് ചെയ്തതുപോലെ 2.5 and 3 inch മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഇനിയും ഈ മാർക്ക് ചെയ്ത ലൈൻസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസർ റെഡിയാണ്. നമുക്കിനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഗ്ലിറ്റർ ഫെൽറ്റ് യൂസ് ചെയ്താണ് ഞാനിത് കവർ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇവിടെയാണ് ഞാൻ ബിലോ 10 years ഉള്ള കുട്ടികളുടെ സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. എന്റെ കയ്യിലുള്ള ഒരു പഴയ ടേബിളാണ് ഞാനിവിടെ സ്റ്റഡി ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇതിലേക്കൊരു ടേബിൾ റണ്ണർ സ്പ്രെഡ് ചെയ്യാം. കയ്യിലുണ്ടായിരുന്ന ഒരു തെർമോക്കോൾ നല്ല ബ്ലൂ കളർ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പെൻ ഹോൾഡറിൽ കളർ പെൻസിൽ, റൈറ്റിംഗ് പെൻസിൽ, ഇറേസർ ആൻഡ് ഷാർപ്നർ, പിന്നെ ക്രയോൺസ് ഇതെല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ ലാമ്പും നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന മാഗസിൻ ഹോൾഡറും ഞാൻ ഈ ടേബിളിലേക്ക് വെക്കുന്നു. മാഗസിൻ ഹോൾഡറിൽ സ്റ്റോറി ബുക്സ്, ഡ്രോയിങ് ബുക്സ് ഇതെല്ലാമാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് 1-2 ഷോ പീസ് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഒരു ലൈവ് പ്ലാന്റ് കൂടെ വെച്ച് കൊടുക്കാം. ഫിറ്റോണിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്.
ഈ ഗ്ലാസ് ബിന്നാണ് ഞാൻ റാപ്പിംഗ് പേപ്പർ, ചാർട്ട് പേപ്പർ ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. കുഞ്ഞു കുട്ടികളുള്ള വീട്ടിൽ ഒരു ബോർഡ് ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. അവർക്ക് എഴുതി പഠിക്കാനായാലും വരച്ച് കളിക്കാനായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇഷ്ടപ്പെട്ടല്ലോ? ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ടാപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.